എൻ്റെ പേര് ജിനി തോമസ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് ലിവർ ചുരുങ്ങുന്ന അസുഖമായിരുന്നു. 15 വർഷമായി കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഡോക്ടേഴ്സിനൊന്നും മനസ്സിലായില്ല ഇതെന്തുകൊണ്ട് ലിവർ ചുരുങ്ങുന്നതെന്ന്. എങ്കിലും അവർ താൽക്കാലികമായിട്ടൊരു മരുന്ന് തന്നു വിട്ടു. 2021 ആയപ്പോഴത്തേക്കും ആൾക്ക് വളരെ കൂടുതലായി, ഓർമ്മയൊക്കെ കുറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ലിവറിൻ്റെ ഇത് കൊണ്ടാണ്. പിന്നീട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കരളിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്, ഇനി നമുക്ക് കുറച്ച് നാളും കൂടി മരുന്ന് കൊടുത്ത് നോക്കാം, പിന്നെ അത് പറ്റിയില്ലെങ്കിൽ ലിവർ മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വല്ലാതെ തകർന്നു പോയി. ദൈവം എന്ത് ചെയ്യും, ആദ്യമായിട്ട് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പേടിയായി എന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ 2021 നവംബറിൽ ആൾക്ക് വളരെ കൂടുതലായിട്ട് ലൂസ് മോഷൻ വന്നു. മരുന്നൊക്കെ ഡോക്ടർമാർ തന്നിട്ടൊന്നും ഒരു കുറവില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ അഡ്മിറ്റാക്കാൻ പറഞ്ഞു. ഇപ്പോൾ കൊറോണയെ കാരണം അഡ്മിറ്റാക്കാനും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് വെറുതെ മൊബൈലെടുത്ത് യൂട്യൂബ് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് കൃപാസനത്തിലൊരു സാക്ഷ്യം കണ്ടു. അപ്പോൾ ഏതാണ്ട് എൻ്റെ അവസ്ഥ പോലെ തന്നെ ആ സാക്ഷ്യം. അപ്പോൾ ആ സമയം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങളാ സമയം ബോംബെയിലായിരുന്നു ഫാമിലിയായിട്ട്. അപ്പോൾ ആൾക്ക് ഒട്ടും എണീക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റാതെ കിടക്കുമായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് തീർന്ന് അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആൾ ഫോണിൽ സംസാരിക്കുന്നു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, ഇത് ഹസ്ബൻഡിൻ്റെ ഒച്ചയാണല്ലോ. നോക്കിയപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ ശബ്ദത്തിൽ ആൾ ഫോണിൽ സംസാരിക്കുക. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്തു, മാതാവ് പ്രവർത്തിച്ചു, ആൾക്ക് സംസാരിക്കാനുള്ളൊരാരോഗ്യം കിട്ടി. പിന്നെ അവിടെ നിന്ന് ഉടമ്പടി അല്ല ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി വസ്തുക്കളെല്ലാം കിട്ടി. അപ്പോൾ അത് എണ്ണയും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്നെല്ലാം മാതാവ് രക്ഷപ്പെടുത്തി. അപ്പോൾ ആൾക്ക് ലിവറിന് വയ്യാത്തത് കൊണ്ട് പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോളൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം പനി എന്തെങ്കിലും വരുമ്പം ഞങ്ങൾ വേഗം തൈലെടുത്ത് കുരിശ് വരച്ച് ഞങ്ങളെല്ലാവരും കൂടി കൊന്ത ചൊല്ലി തീരുമ്പോഴത്തേക്കും പനിയെല്ലാം പോയും ആൾ വിയർത്ത് നോർമലാവും. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 2023 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയുള്ളൂ ഒരു വഴി. അപ്പോൾ ബോംബെയിൽ അത് ഒത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ വന്ന് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത്. അപ്പോൾ ഇവിടെയും ഡോക്ടർ അതന്നെ പറഞ്ഞു ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ വേണം. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നു. ഇത് ആദ്യമായിട്ട് നമ്മൾ ഇതിലൂടെ പോകുന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യണം ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ അച്ഛൻ വയറയിലൊക്കെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അടുത്ത ബിൽറൂബിൻ ടെസ്റ്റ് ചെയ്യുമ്പം ബിൽറൂബിൻ കൂടുതലാണെങ്കിൽ സർജറിക്ക് നിങ്ങൾ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇപ്പം നമ്മൾക്കൊരാശ്വാസമായി, എന്തോ ഒരു ഇതുപോലെ കിട്ടി. അത് കഴിഞ്ഞ് അന്ന് പിന്നത്തെ ടെസ്റ്റ് ചെയ്തപ്പോഴും ബിൽറൂബിൻ കൂടുതൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ സർജറിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി. എങ്കിലും അതിന് ഡോണറൊക്കെ കിട്ടി വരാനൊക്കെ ഒത്തിരി സമയമെടുത്തു. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഓരോ പ്രയാസങ്ങളുണ്ടാകുമ്പം ഞാൻ ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നു, തൈലം പുരട്ടി പ്രാർത്ഥിക്കും, വയറയിലൊക്കെ ഫ്ലൂയിഡ് കളക്ഷനായി. പിന്നെ എനിക്കും എന്തോ ഭയങ്കര ഒരു ധൈര്യം കിട്ടിയ പോലെയായി. അതുവരെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എന്താ ചെയ്യണ്ടേ. ഡോക്ടറും എന്നോട് ചോദിക്കുക എന്താ ചെയ്യണ്ടേന്ന്. അപ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ല എന്ത് ചെയ്യുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു ധൈര്യമായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ല, മാതാവെല്ലാം നോക്കിക്കൊള്ളുന്നു. പിന്നെ സർജറിക്ക് മുന്നേ ആയാലും 1 മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വളരെ വീക്കായിട്ട് കിടന്ന് ലങ്സിൽ ഫ്ലൂയിഡ്, സ്റ്റൊമക്കിൽ ഫ്ലൂയിഡ് അതെല്ലാം ഡ്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ടീഷൻ ഒത്തിരി മോശമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, സർജറി ചെയ്താലും ട്രക്കിയോസ്റ്റമിയൊക്കെ വേണ്ടി വരും, അപ്പം ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾ ഒത്തിരി കരുതണം, അപ്പോൾ എന്തുവാന്ന് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ തീരുമാനം പോലെ നടത്തുന്ന പോലെ ഡോക്ടർ എന്നോട് സംസാരിച്ചു.
അന്നേരം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാണ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, മാതാവെല്ലാം നോക്കിക്കോളും, ഒരു ട്രക്കിയോസ്റ്റമിയുടെയോ ഒന്നിൻ്റെ ആവശ്യം വരില്ല. അങ്ങനെ എനിക്ക് തന്നെ തോന്നുക, ഒരു ബലം പോലെ, ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോയിക്കോ. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഒന്നും നോക്കാനില്ല സാറേ, മുന്നോട്ട് പോയിക്കോ, സർജറി ചെയ്തോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന്. അതുപോലെ തന്നെ ആൾക്കായാലും നല്ല വിശ്വാസമായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ല, സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന്. അങ്ങനെ പിന്നെ ഏപ്രിൽ 19, 2023 സർജറി ചെയ്തു, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ഒരു കുഴപ്പമുണ്ടായില്ല. 1 മാസത്തോളം ഞങ്ങൾ ICUവിൽ കിടന്നു. അപ്പോൾ ഓരോ ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് റിസ്ക്കാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നത്തെ ഓരോ ദിവസങ്ങളിലും ഡോക്ടർ വന്നിങ്ങനെ പറഞ്ഞു, അറിയില്ല, എന്തോ ഒരു ദൈവാനുഗ്രഹം ഉണ്ട് തോമസ് കുര്യൻ്റെ കൂടെ, നല്ല പെട്ടെന്നുള്ള ഒരു റിക്കവറിയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, കാണും സാറ്, ഞങ്ങൾ അത്രമാത്രം മാതാവിനോടും എല്ലാവരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി. 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോൾ 8 മാസമായി. ആൾക്കൊരു കുഴപ്പമൊന്നുമില്ല. ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് മാറി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോംബെയിലായിരിക്കുമ്പം അനാഥാലയത്തിലൊക്കെ പോയി ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുപോലെ വഴിയോരങ്ങളിലൊക്കെ ആരെങ്കിലും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം അവർക്ക് കൊടുക്കും. പ്രാർത്ഥിച്ച് പത്രം എല്ലാവരുടെയും പള്ളിയിലും ആശുപത്രികളിലും അനാഥാലയത്തിലും എല്ലാം പോയി പത്രം കൊടുക്കും. ആരെന്തെങ്കിലും പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവരോട് ഞാൻ പറയും, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എനിക്ക് അങ്ങനെ അനുഗ്രഹം കിട്ടി, നിങ്ങളുടെയും പ്രയാസങ്ങളൊക്കെ മാറും, അവിടെ പോയി പ്രാർത്ഥിച്ചു, മാതാവ് എന്തെങ്കിലും നടത്തി തരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നോട് പറയുന്നവരോട് പറയും. 2 പേരും വന്നിവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. പിന്നെയും ഉടമ്പടി വസ്തുക്കളും ഓരോ പ്രയാസങ്ങളും ഓരോരുത്തർ പറയുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടി. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഇനി മുന്നോട്ടും ഉള്ള ജീവിതത്തിലും ഈ പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ നിന്നും ഒട്ടും മാറിപ്പോകാതെ കൂടുതലായിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവേ 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 മരിയ.